പീസും കൂടെ ഡയറ്റിലാണ്, എന്നാലും ഒരു പീസും കൂടെ. ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുന്ന ശബ്ദം ചെയ്ത ആള് വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തോട്ടാ. സംഭവം അടിപൊളിയാണ്. പക്ഷെ അധികം പഴുത്തുവിനോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് വളരെ കുറച്ച് സാമഗ്രികൾ മാത്രം മതി. സംഭവം ഏകദേശം എങ്ങനെ ഉണ്ടറിയാം? കായിടയിലല്ലേ അതുപോലെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട്. ആദ്യം നമുക്ക് നമ്മളെ നേന്ത്രപ്പഴം ഇതുപോലൊന്ന് മുറിച്ചിട്ട് നെയ്യിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ അധികം മൊരിയൊന്നും വേണ്ട, ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ തന്നെ നമുക്കതൊന്ന് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് പൊരിച്ചെടുക്കാം. ഈ പഴം നെയ്യിൽ വറുക്കുമ്പോൾ മണമില്ലേ, അന്നേരം തന്നെ ചിലപ്പോൾ പറക്കി തിന്നാൻ തോന്നും. തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഇനി നമ്മൾ പഴയിൽ നിന്ന് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് തേങ്ങ ഇട്ടൊന്ന് വറുത്തെടുക്കും. വറുക്കുന്നതിന്റെ അപ്പുറം തന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുക്കും. ഇനി കുറച്ചുകൂടി ചെറിയ വായ്ഭാഗമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന്റെ മേലേക്ക് പഴം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കാര്യം വേണമെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാട്ടോ. അതായത് പഴം ഇട്ടിട്ട് അതിന്റെ മേലെ മുട്ട വെച്ചു കൊടുത്താലും മതി. ഇനി അതിന്റെ മേലെ നമ്മൾ വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കുക. അതിന്റെ ഏറ്റവും മേലെ ആദ്യം നമുക്ക് പഴം വെച്ചു. ഇനി കുറച്ച് ബാക്കി മുട്ട ഉണ്ടെങ്കിൽ അത് ഇതിന്റെ മേലെ കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് നേരെ അതിന്റെ അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിക്കല് എന്ന് പറഞ്ഞാല് പൊരിഞ്ഞ് കരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പം ഒരു പഴം ഇളകി പോവോ അല്ലെങ്കിൽ ലേശം തേങ്ങ വേറി പോവോ ചെയ്യും. സംഭവമില്ല മോനെ, അടിപൊളിയാന്ന്. ട്രൈ ചെയ്ത് നോക്കിക്കോ. ട്രസ്റ്റ് മീ ഗൈസ്, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും.